അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലുള്ള ഫെസ്റ്റ്വുഡിൽ വിൽഷെയർ ഫെഡറൽ കെട്ടിടത്തിന് മുന്നിൽ നടന്ന ഇറാൻ വിരുദ്ധ പ്രകടനം വെറും ഒരു തെരുവ് പ്രതിഷേധമായിരുന്നില്ല. ആയിരക്കണക്കിന് ഇറാനിയൻ പ്രവാസികൾ ഒത്തുചേർന്ന ആ വേദി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ രാഷ്ട്രീയ സംസ്കാരത്തിലെ ആഴത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ വെളിവാക്കിയ ഒരു സന്ദർഭമായിരുന്നു. സമാധാനപരമായ ഒരു പ്രതിഷേധത്തിനിടയിലേക്ക് ഒരു യു-ഹോൾ ട്രക്ക് പാഞ്ഞു കയറുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ ലോകം വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ ഓടി നടക്കുന്ന അമേരിക്കയ്ക്ക് സ്വന്തം മണ്ണിലെ രാഷ്ട്രീയ പ്രകടനങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ലേ? ലോസ് ഏഞ്ചൽസിലെ തിരക്കേറിയ വെസ്റ്റ്വുഡ് മേഖലയിൽ ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് റാലി നിശ്ചയിച്ചിരുന്നത്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജനാധിപത്യത്തിനായുള്ള ഐക്യദാർഢ്യം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ജനക്കൂട്ടം ഒത്തുകൂടിയത്. കനത്ത പോലീസ് കാവലിലും ഫ്രീവേ ഓഫ് റാമ്പുകൾ അടച്ചുള്ള നിയന്ത്രണങ്ങൾക്കുമിടയിലാണ് അപ്രതീക്ഷിതമായി ഒരു ട്രക്ക് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇരച്ചു കയറിയത്. സംഭവത്തിന് പിന്നാലെ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും ഇത് മനഃപൂർവ്വം ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണോ അതോ യാദൃച്ഛികമായി ഉണ്ടായ പരിഭ്രാന്തിയാണോ എന്ന കാര്യത്തിൽ FBI അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം തുടരുകയാണ്. ട്രക്കിനെ വിൻഡ്ഷീൽഡ് തകർന്ന നിലയിൽ കണ്ടെത്തിയത് പ്രതിഷേധക്കാരും ഡ്രൈവറും തമ്മിലുള്ള സംഘർഷം ഉണ്ടായോ എന്ന സംശയവും ജനിപ്പിക്കുന്നു. പ്രതിഷേധക്കാർ ഉയർത്തിയ ഒരു പ്രധാന മുദ്രാവാക്യം അമേരിക്കയുടെ ഇരുണ്ട ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. ഷാ വേണ്ട, ഇസ്ലാമിക ഭരണകൂടവും വേണ്ട, അമേരിക്ക 1953 ആവർത്തിക്കരുത്. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമാണ് 1953 അട്ടിമറി. അന്ന് ഇറാനിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസാദി സർക്കാരിനെ CIA സഹായത്തോടെ അമേരിക്ക അട്ടിമറിക്കുകയും അധികാരം ഷാ മുഹമ്മദ് റസ പഹ്ലവിക്ക് കൈമാറുകയും ചെയ്തു. എണ്ണ സമ്പത്തിന് മേലുള്ള നിയന്ത്രണം ഉറപ്പാക്കാൻ അമേരിക്ക നടത്തിയ ഇടപെടലാണ് പിന്നീട് 1979 ഇസ്ലാമിക വിപ്ലവത്തിലേക്ക് നയിച്ചത്. ഇറാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന അമേരിക്ക തങ്ങളുടെ ഭൂതകാല ഇടപെടലുകൾ ആ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരാത്മപരിശോധന നടത്താൻ തയ്യാറല്ലെന്നതാണ് പ്രധാന വിമർശനം. വെസ്റ്റ്വുഡിലെ സംഭവത്തെക്കുറിച്ച് CBS, ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങൾ നൽകിയ റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചാൽ അവ പ്രധാനമായും പ്രതിഷേധത്തിന്റെ വികാരപരമായ വശങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇറാനിലെ പ്രതിഷേധങ്ങളെ തുടർന്ന് 500-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്ന കണക്കുകൾ ആക്ടിവിസ്റ്റുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉപരോധങ്ങൾ മൂലം ഇറാന്റെ സമ്പദ്വ്യവസ്ഥ തകർക്കുന്നതും സാധാരണ ജനങ്ങൾ മരുന്നിനെയും ഭക്ഷണത്തിനെയുമായി ബുദ്ധിമുട്ടുന്നത് പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറില്ല. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും ഉപയോഗിച്ച് ഒരു രാജ്യത്തെ അകത്തുനിന്നും തകർക്കാൻ ശ്രമിക്കുന്ന നയം യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ വളർത്തുകയല്ല, മറിച്ച് അസ്ഥിരത സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കൻ മാധ്യമങ്ങൾ ഒരു പ്രത്യേക താല്പര്യത്തിന്റെ ഭാഗമായി ഏകപക്ഷീയമായി വിവരങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. ലോസ് ഏഞ്ചൽസ് മേയർ കാരൻ ബാസ്റ്റ് സംഭവസ്ഥലത്തെത്തി സമാധാനത്തിന് ആഹ്വാനം ചെയ്തെങ്കിലും അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്ക് അമേരിക്കൻ തെരുവുകളിലേക്ക് പടരുന്നതിനെ തടയാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല. വിദേശ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ സഹായം നൽകുന്ന അമേരിക്ക സ്വന്തം മണ്ണിലെ വിദേശ വംശജരുടെ പ്രതിഷേധങ്ങൾ അക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ നിസ്സഹായരാവുകയാണ്. സമാധാനവും ജനാധിപത്യവും പ്രസംഗിക്കുന്ന രാജ്യം സ്വന്തം പൗരന്മാരുടെയും പ്രതിഷേധക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കാണിക്കുന്ന അലംഭാവം രാഷ്ട്രീയ ഇരട്ടത്താപ്പിന്റെ തെളിവായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാൻ അനുകൂല നിരീക്ഷകരും ഇറാൻ സർക്കാരും ഉയർത്തുന്ന വാദം ലളിതമാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ആ രാജ്യത്തെ ജനങ്ങളാണ്. പുറത്തുനിന്നുള്ള, പ്രത്യേകിച്ചും അമേരിക്ക പോലുള്ള രാജ്യത്തിന്റെ ഇടപെടലുകൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാം എന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണെന്നും സംഭാഷണങ്ങളിലൂടെയും പരസ്പര ബഹുമാനത്തിലൂടെ മാത്രമേ ശാശ്വത പരിഹാരം ഉണ്ടാകൂ എന്നും ഇവർ കരുതുന്നു. വെസ്റ്റ്വുഡിലെ ട്രക്ക് അപകടം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അത് അമേരിക്കൻ വിദേശ നയത്തിന്റെ പരാജയത്തിന്റെയും അമേരിക്കയ്ക്കകത്തെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സംഘർഷത്തിന്റെയും അടയാളമാണ്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളെ മറ്റൊരു രാജ്യം രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആ രാജ്യത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് ലോസ് ഏഞ്ചൽസിലെ തെരുവുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോക പോലീസുകാരൻ എന്ന വേഷം കെട്ടിയ അമേരിക്ക മറ്റുള്ളവരുടെ വീട്ടിലെ തീ അണയ്ക്കാൻ ഓടുമ്പോൾ സ്വന്തം വീട്ടിലെ സുരക്ഷാ പഴുതുകൾ മറന്നുപോകുന്നു. വെസ്റ്റ്വുഡിലെ ഈ സംഭവം വരും കാലങ്ങളിൽ അമേരിക്കൻ വിദേശ നയത്തെക്കുറിച്ചും പ്രവാസി പ്രതിഷേധങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കും. 1953 തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വൈറ്റ് ഹൗസ് തയ്യാറാകുമോ അതോ പഴയ സാമ്രാജ്യത്വ നയങ്ങൾ തുടരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.